നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിലാകെ സ്തംഭനാവസ്ഥയാണല്ലോ. ഇത് മാറ്റാൻ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്ത് ഇറങ്ങിയേ പറ്റൂ. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് അതിനുവേണ്ടി തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഡിസംബർ 3 ആ മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്ററായിട്ടുള്ള മാർക്കസ് ബെർഹുലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഡൽഹിയിൽ ഡിസംബർ 3 ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലൂടെ ഉദ്ദേശിക്കുന്ന ആ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ISLൻ്റെ വാണിജ്യപരമായിട്ടുള്ള രൂപരേഖയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിലവിൽ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനപരമായിട്ടുള്ള സ്തംഭനാവസ്ഥയുണ്ട്, ഓപ്പറേഷൻ ലിംപാസ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പങ്കാളികളുടെ, അതായത് ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനും അതുവഴി ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ദ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഹാസ് കൺവെൻഡ് a meeting in Delhi on December 3 to deliberate the concerns of the stakeholders and find a way forward to the current operational impasse relating to the ISL commercial framework എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈറ്റിൽ അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ISL ക്ലബ്ബുകൾ, FSTL, അതുപോലെ പ്രോസ്പെക്റ്റീവ് കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സ്, ബ്രോഡ്കാസ്റ്റേഴ്സ്, OTT പ്ലാറ്റ്ഫോംസ്, I-ലീഗ്, അതുപോലെ തന്നെ ലോവർ ഡിവിഷൻ ക്ലബ്ബ് എല്ലാവരും ഈ സ്പോർട്സ് മിനിസ്ട്രിയെ സെപ്പറേറ്റ്ലി ആയിരിക്കും മീറ്റ് ചെയ്യുക ബിഫോർ എ ജോയിൻറ്റ് മീറ്റിംഗ് വിത്ത് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വെച്ച് ഒരു ജോയിൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പ് ഈ എല്ലാവരും സെപ്പറേറ്റായിട്ട് മിനിസ്ട്രിയുമായിട്ട് മീറ്റിംഗ് നടത്തുകയും ചെയ്യും. എല്ലാ മീറ്റിങ്ങിലേക്കും ഇപ്പം KPMGയോട് പങ്കെടുക്കാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ കുറേ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളും ഇവിടുത്തെ കായിക താരങ്ങളും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.